സംസ്ഥാനത്ത് ഗുണ്ടകൾക്കെതിരെ നടന്ന വ്യാപക പരിശോധനയിൽ 301 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 53 പേരാണ് കരുതൽ തടങ്കലിലുള്ളത്. സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ കൂടിയ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഉണ്ടാകുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അക്രമ വാർത്തകൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഒന്നും രണ്ടും വാർത്തയൊന്നുമല്ല വരുന്നത്. ഇപ്പോൾ നടക്കുന്ന പരിശോധന എങ്ങനെയാണ്? എത്ര പേർ പിടിയിലായിട്ടുണ്ട്? നടപടികൾ? അക്ഷയ, തിരുവനന്തപുരത്ത് യുവാവിനെ കൊലപ്പെടുത്തിയതടക്കം സംസ്ഥാനത്ത് നടന്ന അതിക്രമങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി ഗുണ്ടാവേട്ട പോലീസ് നടത്തിയത്. ഇതിൽ 301 ഗുണ്ടകൾക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിച്ചത്. 243 ഗുണ്ടകളുടെ അറസ്റ്റ്, അതായത് ഇവരുടെ പേരിൽ വാറന്റ് നിലവിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള 241 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 53 പേരെ കരുതൽ തടങ്കലിലാക്കി. 5 പേർക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ 301 ഗുണ്ടാസംഘങ്ങൾക്കെതിരെയാണ് ഗുണ്ടകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില അവലോകനം ചെയ്യാൻ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം പോലീസ് ആസ്ഥാനത്ത് ചേർന്നു. ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. ഇതിൽ ക്രമസമാധാന ചുമതലയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ഉടൻ നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അതിനൊപ്പം തന്നെ ഗുരുതര കുറ്റകൃത്യങ്ങൾ, അതുപോലെ സെൻസേഷനായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവിമാർ നേരിട്ട് ആ കേസുകളിൽ ഇടപെട്ട് അവലോകനം നടത്തണം എന്നുള്ള നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ഈ കേസുകളുടെ ഓരോ നടപടികളുടെ ഘട്ടത്തിലും കൃത്യമായ അവലോകനം ജില്ലാ പോലീസ് മേധാവിമാർ ഇടപെട്ട് നടത്തണം. അതിനൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഓൺലൈൻ മേഖലയിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ സൈബർ പട്രോളിംഗ് ശക്തമാക്കണം. അതിനൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് മാഫിയ അമർച്ച ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനൊപ്പം രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാനും സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരികയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള അത്തരം സാധ്യതയുള്ള മേഖലകളിലൊക്കെ ബന്ദോബസ്ത് ഏർപ്പെടുത്താനുള്ള നടപടികളും തുടരണം എന്നുള്ള നിർദ്ദേശം കൂടി ഈ യോഗത്തിലുണ്ടായിട്ടുണ്ട്. അക്ഷയ.